ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സിസ്റ്റേഴ്സ് വേൾഡ് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ വട റെസിപ്പി ആയിട്ടാണ്. അതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് എങ്ങനെ ചിക്കൻ വട ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഞാൻ ആദ്യം തന്നെ ഒരു ജാറിലേക്ക് 1 കപ്പ് സോക്ക് ചെയ്ത് വെച്ച പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ തേങ്ങയും, 1/4 ടീസ്പൂൺ ചീരോനും, ഒരു സവാളയുടെ ചെറിയ ഭാഗം ഇട്ടിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിനുള്ളിലത്തെ മസാല ഇഷ്ടമുള്ളതുപോലെ മാറ്റാവുന്നതാണ്. ചെമ്മീൻ മസാല ആയാലും വെജ് മസാല ആയാലും എന്തായാലും ഇത് കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് മാറ്റാവുന്നതാണ്. അങ്ങനെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റിയത്. അതിലേക്ക് ഞാൻ 2 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മിക്സ്ചർ ഒന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത ശേഷം കൈകൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുക്കണം. ചിക്കൻ മസാലേൻ്റെ റെസിപ്പി ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഓരോ ബൗളാക്കിയിട്ട് നമ്മൾ ഇലയിൽ വെച്ചിട്ട് നല്ലോണം പരത്തി കൊടുക്കാം. ഇതുപോലെ തന്നെ നല്ല നീളത്തിൽ പരത്തി കൊടുക്കണം. ഇലയിൽ വെക്കുന്നതായിരിക്കും കംഫർട്ടബിൾ. കാരണം നമ്മൾ ഇഡ്ഡലിച്ചമ്പിൽ കുക്ക് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ഇലയിലായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ ഇലയാണ് യൂസ് ചെയ്തത്. ഞാനിതിൽ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് മസാല മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റാം. നമുക്കിത് മസാല ഇട്ടിട്ട് നല്ലോണം ഇത് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം മസാല പുറത്ത് വരാത്ത രൂപത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ല തിക്കി തന്നെ നമ്മൾ മാവ് പരത്തി എടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ വടൻ്റെ ഷേപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലത്തെ ഷേപ്പ് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായി ഞാനൊരു ബൗളിലേക്ക് ആദ്യം തന്നെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ പേസ്റ്റ് രൂപത്തിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ വടയെടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് മാറ്റി വെക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ മുമ്പോട്ടുള്ള വീഡിയോസിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതൊരു റെഡിഷ് ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുമുള്ള നമ്മൾ ചിക്കൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്പെഷ്യൽ കടിയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി വരെ ബൈ.